ശ്രദ്ധിക്കുന്ന കാണാമല്ലേ? ഓക്കെ. ഏറ്റവും ചെറിയ അഭാജ്യ മ്യൂട്ട് ആക്കണം എല്ലാവരും. ഓക്കെ അല്ലേ? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4 ഇരട്ടസംഖ്യയായ ഏക പ്രൈം നമ്പർ 2 2 മാത്രമാണ് പ്രൈം നമ്പർ ഉള്ളൂ. ഓക്കെ അല്ലേ? അഭാജ്യമോ ഭാജ്യമോ ആയിരിക്കത്തില്ല 1. 4 1 വേർഡ് ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4 ഇരട്ടസംഖ്യയായ ഏക പ്രൈം നമ്പർ 2 1 പറയുന്ന ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത കേസിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ. ഇനി PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. ഇത് മാറി മാറി വരാറുണ്ട്. പ്രൈം നമ്പേഴ്സിന്റെ കേസാണ്. പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യയുടെ കേസാണ്. പ്രൈം നമ്പേഴ്സിന്റെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകളുണ്ട്. 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകളുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. 1 മുതൽ 15 വരെ 1 മുതൽ 50 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. കാണാൻ പഠിക്കാൻ വേറെ വഴിയില്ല. 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 50 മുതൽ 100 വരെ 10 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 50 കൂട്ടണ്ട 51 കൂട്ടിയാൽ മതി. പക്ഷെ 50 നമ്മൾ സാറിന് പറയാറുള്ളൂ. 50 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 10 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് കാണും? 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഇത് സാധാരണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 1 മുതൽ 50 വരെ എത്ര ഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 50 വരെ എത്ര ഭാജ്യ സംഖ്യകളുണ്ടെന്ന് പറഞ്ഞേ? 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 50 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞേ? 50 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് മനസ്സിൽ പറഞ്ഞ, അല്ലെങ്കിൽ ആ ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ് നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ആകാൻ വേണ്ടിയാ. സൗണ്ട് ഓൺ ആക്കണ്ട, മ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞാൽ മതി. 50 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 10 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 25 10 കൂടെ കൂട്ടിയാൽ പോരെ? 25 നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചോ, ആവശ്യമുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രീവിയസ് ഇയറിനോട് നമ്മൾ ഉൾപ്പെടുത്തിയാണ് സെഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തിയറി മാത്രമല്ല, ക്വസ്റ്റ്യൻ ബേസും ചോദിച്ചിട്ടുള്ളതാണ്. 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അഭാജ്യ സംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 100 വരെ എത്ര ഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ എത്ര ഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ എത്ര ഭാജ്യ സംഖ്യകളുണ്ട്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ട് 1 മുതൽ 100 വരെ. 75 അല്ല 75 പറയുമെന്ന് എനിക്കറിയാം. 75 അല്ല. ഒന്ന് അവിടെ നോക്കിയാ, 1 ഭാജ്യമാണോ അഭാജ്യമാണോ? 1 പറയുന്ന സംഖ്യ ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. അപ്പൊ എത്രയായിരിക്കും ഉത്തരം? 1 പറയുന്ന സംഖ്യ ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. അപ്പൊ 1 മുതൽ 100 വരെ എത്ര ഭാജ്യ സംഖ്യകൾ കാണും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 അവിടെ ഇല്ല. 1 നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. വെരി ഗുഡ്. 74 ഭാജ്യ സംഖ്യകളുണ്ട്. 1നും 100നും ഇടയ്ക്ക് 74 ഭാജ്യ സംഖ്യകളുണ്ട്. 75 അല്ല, 75 എഴുതി തെറ്റിപ്പോയി. 75 എന്ന് പറയുമ്പോൾ അവിടെ 1 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. 1 ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. 1 ഭാജ്യമല്ല അഭാജ്യമല്ല. 1 പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. ആ കാര്യം മറന്നു പോകരുത്. ട്രിക്കി ക്വസ്റ്റൻ ആണ്. ഓപ്ഷനിൽ 75 74 73 എല്ലാം കാണും. നമ്മൾ അറിയാതെ 75 കുത്തിപ്പോകും. കാരണം നമ്മുടെ ആദ്യം മനസ്സിൽ ഇത് ഫീഡ് ആകും. നമുക്കൊന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കാൻ നിൽക്കത്തില്ല. നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ഒന്ന് ഉത്തരം കിട്ടിയപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ആലോചിക്കത്തില്ല. നമ്മളെ ഉത്തരം കിട്ടുന്നതിന് മുന്നേ 2 തവണ ആലോചിച്ചിട്ട് വേണം ഉത്തരം കുത്താൻ. കാരണം എഴുതിയില്ലേ നമുക്ക് 1 മാർക്കേ പോകുള്ളൂ. അല്ല, നമുക്ക് 1 മാർക്ക് നഷ്ടപ്പെടുകയുള്ളൂ. ഉത്തരം തെറ്റാണെങ്കിലോ നമ്മുടെ ഉള്ള ഉത്തരത്തിൽ നമ്മുടെ 1/3 0.33 മാർക്ക് പോവാണ്. എഴുതിയില്ലേ നമുക്ക് 1 മാർക്ക് നഷ്ടമാവുകയുള്ളൂ. അതേസമയം നമ്മുടെ ഉത്തരം തെറ്റാണെങ്കിൽ 1 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. ആ കൂടെ നമ്മൾ എഴുതിയ ഉത്തരത്തിന്റെ മാർക്കിൽ നിന്ന് ആണ് 1/3 ആൻസർ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. ഓക്കെ അല്ലേ? 1 മുതൽ ഒന്നുകൂടെ പറയാം. 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകളുണ്ട്. 50 മുതൽ 100 വരെ 10 അഭാജ്യ സംഖ്യകളുണ്ട്. അങ്ങനെയാണ് 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അങ്ങനെയാണ് ഭാജ്യ സംഖ്യകളുടെ നമ്പർ എന്ന് വെച്ചാൽ 100ൽ നിന്ന് 25 കുറയ്ക്കുവാണ്. പക്ഷെ അവിടെ 1ന്റെ കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ 74 ഭാജ്യ സംഖ്യകളുണ്ട് 1 മുതൽ 100 വരെ. ഒന്ന് ആലോചിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, PSC ഈയിടെയായിട്ട് അവരുടെ ട്രാക്ക് ഒന്ന് മാറ്റി. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഒന്ന് ചിന്തിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ പഠിച്ച തിയറി തന്നെ ആയിരിക്കും, പക്ഷെ ഒന്നും കൂടെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. ഇതെന്ത് സാധനം എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പൊ പറയാം അതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ വരാൻ പോകുന്നത്. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ചാൽ 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? കറക്റ്റ് ടോപ്പിക്കിന് എടുത്ത് നേരെ ക്വസ്റ്റ്യൻ എടുത്ത് വെക്കുമായിരുന്നു. 1 മുതൽ 100 വരെ എത്ര
അഭാജ്യ സംഖ്യയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ 50 തൊട്ട് 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, അങ്ങനെ ഒരു രീതിയിലായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ PSC ട്രാക്ക് മാറ്റി. PSC ഇപ്പൊ ചോദിക്കുന്നത് 80 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ 80 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ 30 മുതൽ 40 വരെ, അല്ലെങ്കിൽ 30 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളെല്ലാം 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ എഴുതി പോകേണ്ടി വരും. അങ്ങനെ എഴുതാൻ നമുക്ക് പോസിബിൾ അല്ല. നമ്മുടെ സമയം നമുക്കൊരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണിത്. ഈ നമ്പർ ഓർത്തിരിക്കുക എളുപ്പമാണ്. 44, 22. ആരെങ്കിലും ക്വസ്റ്റ്യൻ കയറിയിട്ടുണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. 1 മുതൽ 100 വരെ എന്നല്ല ചോദിക്കുന്നത്, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. 40 മുതൽ 80 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. LGS അതുപോലത്തെ ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ 30 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ എഴുതി കണ്ടുപിടിക്കാൻ നിന്നാൽ പറ്റുമോ? 30 തൊട്ട് 90 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, സമയം പോകും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ഈ ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക എളുപ്പമാണ്. 44, 22, 321, 321. 4, 4, 2, 2, 322, 321. ഇങ്ങനെ ഓർത്താൽ മതി. 44, 44ന്റെ പകുതി 22, പിന്നെ 322, 323. 44, 22, 322, 321. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. 44, 22, 322, 321. ഒന്ന് പറഞ്ഞ എന്റെ കൂടെ. 44, 22, 322, 321. ഒന്ന് പറയാം ഒന്നുകൂടെ. 44, 22, 322, 321. കാണാൻ പഠിച്ചാൽ മതി. 44ന്റെ പകുതി 22, പിന്നെ 22ന്റെ ഈ 2ന്റെ 3ന്റെ ഇടയ്ക്ക് വരുന്ന 3 ഓർത്താൽ മതി. 321, പിന്നെ 322, 322 ഒന്ന് കുറച്ചാൽ 321. ഒന്നുകൂടെ പറഞ്ഞേ. 44, 22, 322, 321. ഇത് പറയാൻ കാരണം ഇതൊന്നുമല്ല. ഇത് 0 എന്ന് കൂട്ടിക്കോ, ഇത് 10 എന്ന് കൂട്ടിക്കോ, ഇത് 20, 30, 40, 50, 60, 70, 80, 90, 100 വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 1നും 0നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണമാണ് 4. 1നും 0നും 10നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണമാണ് എത്ര? 4. 0നും 10നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണമാണ് എത്ര? 4. 0നും ഈ നമ്പർ കാണാൻ പഠിച്ചാൽ മതി. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് കൂടെ ഓർത്തിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ 30നും 40നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം ചോദിച്ചാൽ എന്തെഴുതിയാൽ മതി? 2 എടുത്ത് അതേ ഇവിടെ എടുത്തെഴുതിയാൽ മതി. 30നും 40നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 30നും 40നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണെന്ന് ടൈപ്പ് ചെയ്തിട്ടെ. 30നും 40നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണെന്ന് ടൈപ്പ് ചെയ്തിട്ടെ. പറഞ്ഞിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. 30നും 40നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം 2. അങ്ങനെയാണെങ്കിൽ 70നും 80നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 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 3. ഓക്കെ അല്ലേ? 70നും 80നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണമാണ് 3. അങ്ങനെയാണെങ്കിൽ 90നും 100നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 90നും 100നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 1. വെരി ഗുഡ്. 90നും 100നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 1. അങ്ങനെയാണ് എന്റെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. നമ്മുടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. 44, 22, 322, 321. കൂടെ പറഞ്ഞേ. 44, 22, 322, 321. മറന്നു പോകരുത്. 44ന്റെ പകുതി 22, പിന്നെ 322 ഒന്ന് കുറച്ചാൽ 321. 44, 22, 322, 321. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്. 20നും 70നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം. എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ്. PSC ഇപ്പൊ കണ്ടുവരുന്ന ചോദ്യ പാറ്റേൺ ആണിത്. 20നും 70നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? 20നും 70നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? 20നും 70നും ഇടയ്ക്കുള്ളത്. ഉത്തരം കിട്ടിയവരും ടൈപ്പ് ചെയ്യട്ടെ. 20നും 70നും ആണ്. 20നും 70നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം നമുക്ക് ചെയ്തു നോക്കാം. എന്ത് ചെയ്താൽ മതി? 2. 20നും 30നും ഇടയ്ക്ക് 2 ഉണ്ട്. 30നും 40നും ഇടയ്ക്ക് 2 ഉണ്ട്. 40നും 50നും ഇടയ്ക്ക് 3 ഉണ്ട്. 50നും 60നും ഇടയ്ക്ക് 2 ഉണ്ട്. 60നും 70നും ഇടയ്ക്ക് എത്ര ഉണ്ട്? 2 ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ. 2 + 2 + 3 + 2 + 2 എത്രയാണ്? ഒന്നുകൂടെ മാറിപ്പോയോ? ഒന്നുകൂടെ നോക്കട്ടെ.
20നും 70നും ഇടയ്ക്ക്. 20നും 30നും ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ട്? 2. 30നും 40നും ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ട്? 2. 40നും 50നും ഇടയ്ക്ക് എത്ര ഉണ്ട്? 3. 50നും 60നും ഇടയ്ക്ക് എത്ര ഉണ്ട്? 2. 60നും 70നും ഇടയ്ക്ക് എത്ര ഉണ്ട്? 2. എത്രയാണ് ഉത്തരം? 11 ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. 20നും 70നും ഇടയ്ക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. 11 11 20നും 70നും ഇടയ്ക്ക്. 2 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്. എത്രയാണ് ഉത്തരം? 11 കിട്ടിയാൽ ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. 20നും 70നും ഇടയ്ക്കാണ്. 20നും 70നും ഇടയ്ക്ക്. നമ്മൾ ചെക്ക് എടുക്കേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20നും 30നും ഇടയ്ക്കുള്ള 2 എടുക്കണം, 30നും 40നും ഇടയ്ക്കുള്ള 2 എടുക്കണം, 40നും 50 ഇടയ്ക്കുള്ള 3 എടുക്കണം, 50നും 60നും ഇടയ്ക്കുള്ള 2 എടുക്കണം, 60നും 70നും മിഡിൽ കിടക്കുന്ന 2 എടുക്കണം. അപ്പൊ 2 + 2 + 3 + 2 + 2 എത്രയാണ്? 2, 4, 6, 8 എത്രയാണ്? 11 12 ചെക്ക് ചെയ്തേ. 2 + 2 + 2 + 2 2, 4, 6, 8 ഇവിടെ തന്നെ വന്നില്ലേ? 8 + 3 എത്രയാണ്? 8 + 3 എത്രയാണ്? 11 കറക്റ്റ് ആൻസർ. 8 + 3 എത്രയാണ്? 11. 12 കിട്ടിയ അവിടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലെ? ഇങ്ങനെയാണ് ഇപ്പൊ PSC ചോദ്യം വരുന്നത്. 2 + 2, 4, 6, 8 8 + 3 എത്ര? 11. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം. നമുക്ക് മുമ്പേ അനുസരിച്ച് നമ്മൾ പഠിച്ചതനുസരിച്ച് 1 തൊട്ട് 50 വരെയുള്ള നമുക്കറിയാം, 50 തൊട്ട് 100 വരെയുള്ള അറിയാം. ഇതിന്റെ ഇടയ്ക്ക് ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. 50നും 80നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 50നും 80നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 50നും 80നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ഒന്നുകൂടെ. 50നും 80നും ഇടയ്ക്ക്. ഓക്കെ, എത്രയാണ്? നമ്മൾ ഈ 2 എടുക്കരുത്, ഇത്രേ എടുക്കാവുള്ളൂ. ഓക്കെ, 2 + 2 + 3 4 + 3 7. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിനായിട്ടുള്ള ഞാനിപ്പോ മുമ്പ് പറഞ്ഞ ശ്രേണികൾ, ആ കേസിലും ഇത് ആവശ്യം വരുന്നതാണ്. കാരണം ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. അത് അങ്ങോട്ട് വരുമ്പോൾ ആ പോർഷൻ വരുമ്പോൾ നമുക്ക് നോക്കിയാൽ പോരെ. ഓക്കെ അല്ലേ? ഉത്തരം കിട്ടുന്നുണ്ട്? ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഒറ്റസംഖ്യ പറഞ്ഞു, അഭാജ്യ സംഖ്യകൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നതാണ് പെർഫെക്റ്റ് നമ്പേഴ്സ്. പെർഫെക്റ്റ് നമ്പേഴ്സ് വൺ വേർഡ് ചോദ്യമാണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പെർഫെക്റ്റ് നമ്പേഴ്സ്, പരിപൂർണ സംഖ്യകൾ. പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ അനക സംഖ്യകൾ എന്ന് കേട്ടിട്ടുണ്ടോ? അനക സംഖ്യകൾ PSC മിക്കവാറും ചോദിക്കുന്നത് അനക സംഖ്യകൾ എന്നാണ്. പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ അനക സംഖ്യകൾ അല്ലെങ്കിൽ പൂർണ്ണ സംഖ്യകൾ. ഇതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാല് ഫാക്ടേഴ്സിന്റെ തുക, നമ്മൾ പറഞ്ഞ ഘടകങ്ങളുടെ തുക ഈ സംഖ്യകളുടെ ഇരട്ടിയായിരിക്കണം. ഘടകങ്ങളുടെ തുക ഈ നമ്പറിന്റെ ഇരട്ടിയായിരിക്കണം. ഇരട്ടി മീൻസ് 2 ടൈംസ് ആയിരിക്കണം, ഇരട്ടിയായിരിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. 6ന്റെ ഫാക്ടേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ പെട്ടെന്ന്. 6ന്റെ ഫാക്ടേഴ്സ് ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടെ. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞോളൂ. 6ന്റെ ഫാക്ടേഴ്സ് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടെ. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടെ. 6. ഓക്കെ, വെരി ഗുഡ്. 2 ഉണ്ട്, ഓർഡർ പറഞ്ഞോ. 1 ഉണ്ട്, 1 ഉണ്ട്, 1 നമ്മൾ നോക്കണം, 1 മറന്നു പോകരുത്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ അനക സംഖ്യയുടെ ഡെഫിനേഷൻ എന്താ പറഞ്ഞാൽ ഘടകങ്ങളുടെ തുക അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ തുക ഈ നമ്പറിന്റെ ഇരട്ടിയായിരിക്കണം. നമുക്ക് കൂട്ടി നോക്കാം. 1 എല്ലാ ഫാക്ടറും വേണേ, ചില ഫാക്ടർ മാത്രം പോരാ, എല്ലാ ഫാക്ടറും വേണം. 1 + 2 + 3 + 6. 1 + 2 + 3 + 6 എത്രയാണ്? 1 + 2 + 3 + 6 എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞേ. 6 6 12 അല്ലെ? വെരി ഗുഡ്. 6ന്റെ ഇരട്ടിയാണ് 12. 6 × 2 ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. അപ്പൊ അനക സംഖ്യകൾ എന്ന് വെച്ചാല് ഫാക്ടേഴ്സിന്റെ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ തുക അതിന്റെ 2 ഇരട്ടിയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പെർഫെക്റ്റ് നമ്പേഴ്സ്. പെർഫെക്റ്റ് നമ്പേഴ്സിന്റെ എണ്ണം തീരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഓർത്തിരുന്നാൽ മതി. അപ്പം പരിപൂർണ സംഖ്യകൾ എന്ന് വെച്ചാല്, അനക സംഖ്യകൾ എന്ന് വെച്ചാൽ, പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ നമ്പറിന്റെ ഇരട്ടിയാണ്. ആ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പെർഫെക്റ്റ് നമ്പേഴ്സ്. മാറി മാറി പോകരുത്. പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് നമ്പേഴ്സ് നമ്മൾ മാറി മാറി പോകരുത്. പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനക സംഖ്യ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 28ന്റെ ഫാക്ടേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? 28ന്റെ ഫാക്ടേഴ്സ് ടൈപ്പ് ചെയ്താവോ?
28ന്റെ ഫാക്ടേഴ്സ് ടൈപ്പ് ചെയ്താവോ? 1 28 ഫിക്സഡ് ആണ്. 1 28 നമ്മൾ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. 1 28 അവിടെ ഫിക്സഡ് ആണ്. 1 ഉണ്ട്, വെരി ഗുഡ്. 2 ഉണ്ട്, വെരി ഗുഡ്. 3 ഉണ്ടോ? 3 ഇല്ല. 4 ഉണ്ട്. 5 ഉണ്ടോ? 5 ഇല്ല. 6 ഉണ്ടോ? 6 ഉണ്ടോ? 6 ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? 6 ഉണ്ടോ? ചെക്ക് ചെയ്തേ. 22ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. 6 ഉണ്ടോ? ഇല്ല. 7 48 7 ആണ്, വെരി ഗുഡ്. 7 ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? 14 ഉണ്ട്, വെരി ഗുഡ്. 14 കഴിഞ്ഞ പിന്നെ 28 വരുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം 28 എന്ന് പറയുന്ന സംഖ്യയുടെ ഫാക്ടേഴ്സ് ആണ് 1, 2, 4, 7, 14, 28. ഈ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിന്റെ തുക ഒന്ന് കണ്ടുപിടിച്ചേ. 1, 2, 4, 7, 14, 28 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 1, 2, 4, 7, 14, 28 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. വെരി ഗുഡ്. 56 കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞായിരുന്നു 28ന്റെ ഇരട്ടിയാ വരുള്ളൂ. അപ്പം 6 ഒരു അനകസംഖ്യയാണ്, 28 ഒരു അനകസംഖ്യയാണ്. അനകസംഖ്യ ആകാനുള്ള കണ്ടീഷൻ എന്താ നമ്മൾ പറഞ്ഞത്? ഇതിന്റെ ഫാക്ടേഴ്സിന്റെ തുക ഇരട്ടിയായിരിക്കണം. ഓക്കെ അല്ലേ? കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും? കിട്ടുന്നില്ലടാ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 496ന്റെ ഫാക്ടേഴ്സ് എടുക്കുന്ന സമയം എടുക്കും. 496 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. 26 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. 496 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 6 ഉണ്ട്, 28 ഉണ്ട്, 496 ഉണ്ട്, 8128 ഉണ്ട്. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്. തീരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് നമ്പേഴ്സ്. എണ്ണം കുറവാണ് പെർഫെക്റ്റ് നമ്പേഴ്സിന്റെ. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ, അതാണ് നമുക്ക് ആവശ്യം. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? 6 ആണ്. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ 6 ആണ്. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ 6 ആണ്. രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? രണ്ടക്ക സംഖ്യയില് ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? രണ്ടക്ക സംഖ്യയില് 1, 2 സംഖ്യയിലെ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ 28 ആണ്. 3 സംഖ്യയിലെ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? 496 ആണ്. ഈ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. 6, 28, 496 ഓർത്തിരിക്കുക. 500 4 കുറവാന്ന് ഓർത്താൽ മതി. 500 4 കുറവാന്ന് ഓർത്താൽ മതി. ആ പെർഫെക്ഷൻ നമ്മുടെ അതിന്റെ ഫാക്ടേഴ്സ് എടുക്കേണ്ട ആവശ്യം ഒരുപാടുണ്ട്. അപ്പം ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ 6 ആണ്. ഏറ്റവും ചെറിയ രണ്ടക്ക പെർഫെക്റ്റ് സ്ക്വയർ 28 ആണ്. ഏറ്റവും ചെറിയ മൂന്നക്ക പെർഫെക്റ്റ് സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പെർഫെക്റ്റ് നമ്പർ മാറി പോകരുത്. പെർഫെക്റ്റ് നമ്പർ ഏറ്റവും ചെറിയ അനകസംഖ്യ 6 ആണ്. ഏറ്റവും ചെറിയ രണ്ടക്ക അനകസംഖ്യ 28 ആണ്. ഏറ്റവും ചെറിയ മൂന്നക്ക അനകസംഖ്യ ഏതാണ്? 496 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മളത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തിയറി ആയിട്ട് പഠിച്ചു പോവാണ്. ഇക്വേഷൻസും വരുന്നുണ്ട്. ഒരു ഇക്വേഷൻ നമ്മൾ ഇന്ന് ഒരു ഇക്വേഷൻ പഠിച്ചു, എൻ സ്ക്വയറിന്റെ കേസ്. എൻ സ്ക്വയർ എന്തിന്റെ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ എന്തിന്റെ ഇക്വേഷൻ ആണ്? എൻ സ്ക്വയർ എന്നുള്ള ഒറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചുള്ളൂ. അത് എന്തിന്റെ ഇക്വേഷൻ ആണ്? എൻ സ്ക്വയർ എന്തിന്റെ ഇക്വേഷൻ ആണ്? ഓഡ് നമ്പേഴ്സിന്റെ സമ്മിന്റെ ഇക്വേഷൻ ആണ്. ഓഡ് നമ്പേഴ്സിന്റെ തുകയുടെ ഫോർമുലയാണ് എൻ സ്ക്വയർ. ഇതെല്ലാം നിങ്ങൾ ഒരു ബുക്കിന്റെ പുറകുവശം നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സാറുമാർ പറയാറുണ്ട്, നമ്മൾ ഇക്വേഷൻ എല്ലാം ബുക്കിന്റെ ഏറ്റവും പുറകിലൊന്ന് എഴുതി വെക്കണമെന്ന്. ഒന്ന് എഴുതി വെക്കണം, നല്ലതായിരിക്കും കേട്ടോ, നമുക്ക് പെട്ടെന്ന് നോക്കി വെക്കണമെങ്കിൽ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത കേസിലേക്ക് പോകാമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം തന്നെയാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. എന്താണ് വർഗസംഖ്യകൾ? ഒരു സംഖ്യയുടെ കേസ് പറയുമ്പോൾ പേരായിട്ട് പറയുന്നുള്ളൂ, സ്ക്വയർ നമ്പേഴ്സ്. എന്താണ് വർഗസംഖ്യകൾ അല്ലെങ്കിൽ എന്താണ് സ്ക്വയർ നമ്പേഴ്സ്? നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം തന്നെയാണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തന്നെയാണ്. വർഗസംഖ്യകൾ അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ച ഈ സംഖ്യകൾ തന്നെയാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പേഴ്സിന്റെ സ്ക്വയറിന് പറഞ്ഞ പേരാണ് സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ വർഗസംഖ്യകൾ അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ അല്ലേ? 1 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 16 ഉണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ച് 30 വരെ പഠിച്ചായിരുന്നു. 30ന്റെ സ്ക്വയർ എത്ര? 900. പിന്നെ എങ്ങനെ പൊക്കോണ്ടിരിക്കണം? 40ന്റെ സ്ക്വയർ 1600, 50ന്റെ സ്ക്വയർ 2500, അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ അല്ലേ? അതിന്റെ തുകയുടെ ഫോർമുലയാണ് n+1 × 2n+1/6. ഈ നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഫോർമുലയാണിത്. ഏറ്റവും വലിയ ഫോർമുല, നീളം കൂടുതലാ കുറച്ച്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വരുന്ന കേസാണ്, പഠിച്ചു വെക്കണം. അപ്പൊ വർഗസംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ അതിന്റെ ഫോർമുലയാണ് ഇത് പറഞ്ഞ കൂടെ, n × n+1 ×
2n plus 1 by 6. n into n plus 1 into 2n plus 1 by 6. വർഗസംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സിന്റെ തുകയുടെ ഫോർമുലയാണ് n into n plus 1 into 2n plus 1 by 6 by 6. മറന്നുപോലെ 2n എന്ന് വെച്ചാൽ ആ നമ്പറിനെ 2 വെച്ച് ഗുണിക്കണം. നമുക്ക് അത് പറയുമ്പോൾ മനസ്സിലാവും, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒന്നുകൂടെ പറയാണ്, എല്ലാവരും എന്റെ കൂടെ പറഞ്ഞേ. n into n plus 1 into 2n plus 1 by 6. n into n plus 1 into 2n plus 1 by 6. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇച്ചിരി വലിയ ഫോർമുലയാണ്. n into n plus 1 by 2 നമ്മൾ പഠിച്ചു, n into n plus 1 നമ്മൾ പഠിച്ചു, n into n minus 1 നമ്മൾ പഠിച്ചു, ഇനിയിപ്പോ പഠിക്കുന്നത് n സ്ക്വയർ പഠിച്ചു, ഇപ്പൊ പഠിക്കുന്നത് n into n plus 1 into 2n plus 1 by 6. ഒന്നുകൂടെ പറഞ്ഞേ, n into എല്ലാവരും എന്റെ കൂടെ പറഞ്ഞേ, n into n plus 1 into 2n plus 1 by 6. n into n plus 1 into 2n plus 1 by 6. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ നമ്പേഴ്സ് ആണ് സ്ക്വയർ നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് ആണ് സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ വർഗസംഖ്യകൾ. മലയാളം പഠിക്കണം. മലയാളം പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്. രണ്ടും പഠിക്കാതിരിക്കാൻ വേറെ ഒരു വഴിയില്ല. കാരണം ചില എക്സാംസ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ ഇരിക്കുന്ന ഇൻവിജിലേറ്ററിനോട് മലയാളം ചോദിച്ചാൽ ചിലർ പറഞ്ഞു തരുമായിരിക്കും, ചിലർ പറഞ്ഞു തരത്തില്ല. മലയാളം ഇംഗ്ലീഷോ ചോദിച്ചാൽ അപ്പൊ നമ്മള് എന്ത് ചെയ്താലും അതിന്റെ മലയാളം പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം. ഇതാണ് വർഗസംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്തേ, ആദ്യത്തെ 10 വർഗസംഖ്യയുടെ തുക എത്രയാണ്? ആദ്യത്തെ 10 വർഗസംഖ്യയുടെ തുക ചെയ്തിട്ട് എല്ലാവരും n into n plus 1 into 2n plus 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2 നമ്മുടെ ഫോർമുല ഇതാണ്. n into n plus 1 കാൽക്കുലേഷൻ ഉണ്ട്, സൂക്ഷിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, നോക്കി ചെയ്യണം, തെറ്റിച്ച് കളയരുത്. n into n plus 1 into 2n plus 1. സമയമുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരു 2 തവണ ചെയ്ത് നോക്കണേ, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ക്വസ്റ്റ്യന്റെ ആൻസർ ഉറപ്പിക്കാൻ വേണ്ടി. n into n plus 1 into കേട്ടില്ല ഒന്നുകൂടെ പറഞ്ഞേ. കേട്ടില്ല കേൾക്കത്തില്ല എനിക്ക്. സോറി വെരി ഗുഡ്. ബൈ 6 ആണ് മാർക്ക്. വെരി ഗുഡ്. ബൈ 6 ആണ്. n into n plus 1 into 2n plus 1 by 6. വെരി ഗുഡ്. ഓക്കെ, ഉത്തരം കിട്ടിയവരുണ്ട്. അല്ലാത്തവർക്ക് കണ്ടുപിടിച്ച്. n എന്ന് പറയുമ്പോൾ 10 ആണ്. n into n plus 1 എന്ന് പറയുമ്പോൾ 11 ആണ്. 2 into n എന്ന് പറയുമ്പോൾ 2 into 10 20 ആണ്. 20ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 21 ആണ്. ബൈ 6. ഇത് ഗുണിച്ചിട്ട് ഡിവൈഡർ ബൈ 6 ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇന്നലെ വെട്ടിക്കളഞ്ഞാൽ വെട്ടിക്കളയുക. ഒന്നുകൂടെ പറയാം, n എന്ന് പറയുന്നത് 10 ആണ്. n plus 1 എന്ന് പറയുമ്പോൾ 11 ആണ്. 2n എന്ന് പറയുമ്പോൾ 2 into 10 20 ആയി. 20ന്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 21 ആണ്. അപ്പൊ നമുക്കിത് വെട്ടിക്കളയാം. 6ഉം 10ഉം കൂടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5 into 2 ആണ് 10. 6 into 3 ആണ്. സോറി 3 into 2 ആണ് 6. 5 into 2 ആണ് 10. 3 into 2 ആണ് 6. ഇനി വേണമെങ്കിൽ 6നെയും 21നെയും ക്യാൻസൽ ചെയ്യാം. 6നെ 21 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7. 5 into 11 into 7. 5 into 11 into 7 ചെയ്തേ. 5 into 7 എന്ന് പറയുമ്പോൾ 35. 35 into 7 ചെയ്താൽ മതി. സോറി 35 into 11 ചെയ്താൽ മതി. അല്ലെങ്കിൽ 5 into 11 55 ആണ്. 55 into 7 ചെയ്താലും മതി. ചെയ്തോ. ഗുണിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. ഇത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മറന്നു പോകാതെ കാൽക്കുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാൽക്കുലേഷൻ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഉത്തരം കിട്ടിയവരുണ്ട്. വെരി ഗുഡ്. ഉത്തരം കിട്ടിയവരുണ്ട്. ഇല്ലാത്തവരൊന്ന് പെട്ടെന്ന് ചെയ്തേ. ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡ് 30 സെക്കൻഡ് മതി മാക്സിമം. ഒന്നുകൂടെ പറയാം, n into n plus 1 into 2n plus 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പൊ നമ്മൾ ആ ഇൻഡ്യൂ ചെയ്യാൻ നിൽക്കരുത്, മൾട്ടിപ്ലൈ നിൽക്കരുത്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. എന്നിട്ടാണ് ഏറ്റവും ഷോർട്ട് ഫോമിലാണ് ഏറ്റവും അവസാനമാണ് ഇൻഡ്യൂ ചെയ്യാവുള്ളൂ. ഡിവൈഡഡ് ബൈ 6 ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സമയം പോകും. അപ്പൊ 55 into 7 ചെയ്താൽ മതി. അല്ലെ 5 into 7 35 into 11 ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും കിട്ടും. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? എല്ലാവരും ഉത്തരം കണ്ടുപിടിച്ചേ. ഓക്കെ, വെരി ഗുഡ്. 385. 385. അപ്പൊ ആദ്യത്തെ 10 വർഗസംഖ്യയുടെ തുക എത്രയാണ്? 385. വെരി ഗുഡ്. ഓക്കെ അല്ലേ? അതിന് അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണേ. ഞാനൊന്നും പറഞ്ഞ തരത്തില്ല, തന്നെ ചെയ്യണം, തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യത്തെ 20 വർഗസംഖ്യയുടെ തുക എത്രയാണ്? കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പൊ നമ്മൾ നോട്ട്ബുക്ക് ചെയ്ത് തന്നെ പോണേ. ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോർമുല കൂടെ എഴുതിപ്പോക്കോ, അല്ലെ തെറ്റിപ്പോവും, അല്ലെ നമ്മൾ മറന്നു പോകും. അതിനുവേണ്ടി നമ്മൾ ഒരു ആദ്യമായിട്ട് പഠിക്കുന്നതല്ലേ, പലരും ആദ്യമായിട്ട് പഠിക്കുന്നവർ, ചിലർക്ക് അറിയായിരിക്കും, അറിയാവുന്നവർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഇത് പഠിക്കുന്നവർ ഒരു തവണ എഴുതി നോക്കിയായിട്ട് ചെയ്യാവുള്ളൂ.
ഓരോ തവണ എഴുതി നോക്കണം. നമുക്ക് പഠിക്കുമ്പോൾ എക്സാമിന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഇപ്പൊ ചെയ്യുമ്പോൾ ഒന്ന് എഴുതി പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. നമ്മുടെ മെമ്മറിയിലേക്ക് ഫീഡ് ആവാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഓർത്തിരുന്നു, നിങ്ങൾ മറന്നു പോയാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് കയറി വരും. എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ കയറി വരും. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ബ്രെയിൻ അതുപോലെ പവർ ഉണ്ട്. നമ്മളൊരു കാര്യം എഴുതി പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് കയറി വരും. ഉറപ്പ്. ഉത്തരം കിട്ടിയവരുണ്ട്, വെരി ഗുഡ്. ചെയ്ത് നോക്കിയോയെ. കാൽക്കുലേഷൻ സ്ട്രോങ് ആയവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. എല്ലാത്തിലും ഒന്ന് ആലോചിച്ച് നോക്കി എഴുതിയാൽ മതി. എഴുതി നോക്കി, ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് n എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 n+1 എന്ന് പറയുമ്പോൾ 21. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോ, പുറകെ ചെയ്ത് പോരെ. ഇൻറ്റു 2n എന്ന് പറയുമ്പോൾ 40. 20ന്റെ ഇരട്ടി 40. 40ന്റെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 41. 41 ഡിവൈഡഡ് ബൈ 6. 41 ഡിവൈഡഡ് അല്ല 20 × 21 × 41 ഡിവൈഡഡ് ബൈ 6. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നവർ ക്യാൻസൽ ചെയ്യണേ. ക്യാൻസൽ ചെയ്യാൻ വെരി ഗുഡ്. ഉത്തരം കിട്ടുന്നവരുണ്ട്. ഞാൻ ഇവിടെ 6നെയും 20നെയും 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. 10 × 2 ആണ് 20. 3 × 2 ആണ് 6. കിട്ടിയില്ലേ? ഇനി വേണമെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ 3നെയും 21നെയും ക്യാൻസൽ ചെയ്യുമ്പോൾ 3 × 1 ആണ് 3. 3 × 7 ആണ് 21. 41 × 7 ചെയ്തോ ആദ്യം. 41 × 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 41 × 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 28. 287 കിട്ടും. പിന്നെ ഒരു 10 കൂടെ ഉണ്ട്. 287 × 10 എന്ന് പറയുമ്പോൾ ഒരു 0 കൂടെ ഇട്ടാൽ മതി. 2870. 2870. ഓക്കെ അല്ലേ? 2870. ഇതാണ് ആൻസർ. എല്ലാവരും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. പെട്ടെന്ന് ചെയ്തോ, സമയം കളയണ്ട, പെട്ടെന്ന് ചെയ്തോ. ആദ്യത്തെ 25 വർഗസംഖ്യകളുടെ തുക എത്രയാണ്? ആദ്യത്തെ 25 വർഗസംഖ്യകൾ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നേരെ ചെയ്ത് പോയാൽ മതി. ആദ്യത്തെ 25 വർഗസംഖ്യകളുടെ തുക എത്ര? നമ്മുടെ ഫോർമുല എടുത്ത് എഴുതണം. n × n+1 × 2n + 1/6. ഇത് ബുദ്ധിമുട്ടായിട്ട് ഓർക്കണ്ട. നമ്മളിവിടെ 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ ഇത് ഉറച്ചോളും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഇത് ഫീഡ് ആയിക്കോളും. പിന്നെ നമ്മൾ എന്നെടുത്തത് ഓർത്തിരിക്കും. ഈ മാത്സ് ഇല്ലാത്ത ദിവസങ്ങൾ ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. ജസ്റ്റ് ഒന്ന് ഓടിച്ചോടിച്ച് നോക്കണം. ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ചോ. 25 വലിയ സംഖ്യയാണ്, നോക്കി ചെയ്യണം. ആദ്യത്തെ 25 വർഗസംഖ്യകളുടെ വെരി ഗുഡ്. കിട്ടുന്നവരുണ്ട്, ഉത്തരം കിട്ടുന്നവരുണ്ട്, വെരി ഗുഡ്. 5 ഉത്തരം ശരിയാണേ. ഓക്കെയാണ്, കറക്റ്റ് ആണ്. ചാറ്റ് ബോക്സിൽ നോക്കണ്ട, നിങ്ങൾ തന്നെ കിട്ടിയ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ അല്ലേ? ചെയ്യാം. n എന്ന് പറയുമ്പോൾ 25. 25 × 26 × 25ന്റെ ഇരട്ടി 50. 51/6. 51/6. നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം? ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് 16ഉം 26ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 6ന്റെ പകുതി എടുക്കുക. 6ന്റെ പകുതി എത്രയാണ്? 3. 26ന്റെ പകുതി എത്രയാ? 13 അല്ലെ? അതുപോലെ വേറെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് 3ഉം ക്യാൻസൽ ചെയ്യാം, 51 ക്യാൻസൽ ചെയ്യാം. 17 × 3 ആണ് 51. 17 × 3 ആണ് 51. 17 × 3 ആണ് 51. അപ്പൊ ഇവിടെ 1 വരും. മൾട്ടിപ്ലൈ ചെയ്യാം. 25 × 13 × 17. കാൽക്കുലേറ്റ് ചെയ്യാണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. നോക്കാലോ. 25 × 13 × 17. കാൽക്കുലേറ്റർ യൂസ് ചെയ്യൽ എന്ത് കാരണവശാലും നമ്മളിപ്പോ പഠിക്കുമ്പോൾ എന്ത് കാണിച്ചാലും നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. 25 × 13 × 17 എത്രയാണ്? 55 25. വെരി ഗുഡ്. കിട്ടിയവരെല്ലാം ആൻസർ ശരിയാണ്. 55 25. വെരി ഗുഡ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഒരു കാര്യം ചെയ്തോ, ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. എങ്ങനെ ചെയ്യാൻ പറ്റും? 1² + 2² + 3² + എക്സെട്ര + 11². ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യും? 1² + 2² + 3² + എക്സെട്ര + 11². ഇതിന്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം എന്താണ്? വർഗസംഖ്യകളാണ്. 1 മുതൽ 11 വരെയുള്ള വർഗസംഖ്യകൾ എടുത്താൽ മതി. 1 മുതൽ 11 വരെയുള്ള വർഗസംഖ്യയുടെ തുക എടുത്താൽ മതി. 1 മുതൽ 11 വരെ എത്ര വർഗസംഖ്യകളുണ്ട്? 11 വർഗസംഖ്യയല്ലേ 1 മുതൽ 11 വരെ. അപ്പൊ n എന്ന് പറയുന്നത് എത്ര എടുത്താൽ മതി? n എന്ന് പറയുന്നത് 11 ആയിട്ട് എടുത്താൽ മതി. n എന്ന് പറയുന്നത് 11 ആയിട്ട് എടുത്ത് ഉത്തരം ചെയ്തേ. 1² ഇങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട്. മെന്റൽ എബിലിറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1² + 2² + 3² + എക്സെട്ര + 11². 1 മുതൽ 11 വരെയുള്ള സ്ക്വയറുകളുടെ തുക. ഇപ്പൊ n എന്ന് പറയുന്നത് 11 എടുത്താൽ മതി. 11 ആക്കി എടുക്കുമ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 × ഫോർമുല എഴുതണേ. 12 × എത്രയാണ്? 11ന്റെ ഇരട്ടി 22. 22ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 23. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ 6.
ക്യാൻസൽ ചെയ്യാലോ. 6ഉം 12 ക്യാൻസൽ ചെയ്യാൻ 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 11 22 22 ഇൻറ്റു 23 ചെയ്ത് നോക്കിയാൽ പോരെ. 22 ഇൻറ്റു 23 എത്രയാണ്? 22 ഇൻറ്റു 23 ചെയ്ത് നോക്കിയേ. 22 ഇൻറ്റു 23 പെട്ടെന്ന് ചെയ്തേ. 506. വെരി ഗുഡ്. 506. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണേ. ഈ ഒരു ക്വസ്റ്റിനും സാധാരണ വരുന്നതാണ്, ഈ ഒരു ക്വസ്റ്റിനും സാധാരണ വരുന്നതാണ്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കിത് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സമയം ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ 1ന്റെ സ്ക്വയർ 1 എന്ന് എടുക്കും, 2ന്റെ സ്ക്വയർ 4 എന്ന് എടുക്കും, 3ന്റെ സ്ക്വയർ 9 എന്ന് എടുക്കും. അങ്ങനെ 11 വരെ സ്ക്വയർ എഴുതി 120 എടുത്തിട്ട് കൂട്ടി നോക്കാൻ നിൽക്കും. കൂട്ടി നോക്കിയാലും തെറ്റൊന്നുമില്ല. നമ്മുടെ കയ്യിൽ സമയം എന്ന് പറയുന്ന സാധനമുണ്ട്, ടൈം എന്ന് പറയുന്ന സാധനമുണ്ട്. ഉത്തരം കിട്ടും. 506 ഉത്തരം കിട്ടും. പക്ഷെ കൂട്ടി വരുമ്പോൾ ചിലപ്പോൾ 506 507 ആകും, 510 ആകാം, 500 ആകാം. പക്ഷെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണം. നമുക്ക് കറക്റ്റ് ഉത്തരം എത്രയും പെട്ടെന്ന് കിട്ടും. ഒരു ഫോർമുല പഠിച്ചാൽ നമുക്ക് ഉത്തരം കറക്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് വരുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റൻ ആണ് ഈ ക്വസ്റ്റൻ. ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യും? 1 + 4 + 9 + എക്സെട്ര + 225. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം ഇത് വർഗസംഖ്യകളാണ്. വർഗസംഖ്യകളാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഈ കാണുന്നത് വർഗസംഖ്യകളാണ്. വർഗസംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇത് 1ന്റെ സ്ക്വയർ ആണ്, ഇത് 2ന്റെ സ്ക്വയർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ റിവേഴ്സ് ആയി. 2ന്റെ സ്ക്വയർ ആണ്, ഇത് 3യുടെ സ്ക്വയർ ആണ്, എക്സെട്ര +++ 225 ഏതിന്റെ സ്ക്വയർ ആണ്? 225 ഏതിന്റെ സ്ക്വയർ ആണ്? 225 ഏതിന്റെ സ്ക്വയർ ആണ്? ഇവിടെ ഒന്ന് പറഞ്ഞേ. 225 നമ്മൾ പഠിച്ചതാണ്, ടേബിൾ പഠിച്ചാണ്. വെരി ഗുഡ്. 15ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 1 മുതൽ 15 വരെയുള്ള വർഗങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. 1 മുതൽ 15 വരെയുള്ള വർഗസംഖ്യയുടെ തുക പെട്ടെന്ന് കണ്ടുപിടിച്ചോ. 1 മുതൽ 15 വരെയുള്ള വർഗസംഖ്യയുടെ തുക കണ്ടുപിടിച്ചേ. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫോർമുല ഒന്നുകൂടെ എഴുതുവാണ്, ലാസ്റ്റ് എഴുതുവാണ്. n × n+1 × 2n + 1/6. ഇതൊന്നും വരാത്ത ക്വസ്റ്റ്യൻസ് അല്ല, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പെട്ടെന്ന് ഇത്ര കിട്ടിയാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? 15 ഇൻറ്റു, ചെയ്യാത്തൊരു ചെയ്തോയെ, 15 ഇൻറ്റു 16 ഇൻറ്റു 15ന്റെ ഇരട്ടി 30, 30 + 1 31/6. ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യാം? 15ഉം 6ഉം കൂടെ നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 5 കിട്ടും, ഇവിടെ 3 കിട്ടും. പിന്നെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാവോ? 16ഉം 3 അല്ല 2 കിട്ടും. ശരിയല്ലേ? 16ഉം 8ഉം കൂടെ ക്യാൻസൽ, 2 കൂടെ ക്യാൻസൽ. 16ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 8 കിട്ടും. 5 × 8 30, 30 × 31 എത്ര കിട്ടും? ഓക്കെ, ഓക്കെ. എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? എത്ര കിട്ടി? 1240. കറക്റ്റ് ആണ്. 1240 കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നമ്മുടെ ഈ 2 പാർട്ട്, ഇന്നത്തെ പാട്ടും ഇന്നലത്തെ പാട്ടും ഇൻക്ലൂഡ് ചെയ്തൊരു ക്വിസ് ഫോമില്, ക്വസ്റ്റ്യൻ ഫോമില് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ഇടുന്നതായിരിക്കും. ഈ ക്ലാസ് കഴിയുമ്പോൾ ഇടുന്നതായിരിക്കും. നിങ്ങളപ്പം ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യണം. ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ എത്ര പേരാണ് അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ റാങ്ക് ലിസ്റ്റ് ഇടാം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രമാത്രം പോരായ്മകളുണ്ട്, എത്രമാത്രം ക്വസ്റ്റ്യൻസ്. ഒരു തവണ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു തവണ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ എക്സാംസ് നമ്മൾ ഇന്ന് തൊട്ട് ഇന്നലെ ഇന്നും പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് തന്നെ ഇരുന്ന കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ചെയ്യണം. 10 ക്വസ്റ്റ്യൻ ആണ്, ഒരു 15 മിനിറ്റ് എടുത്ത് ചെയ്യാവുള്ളൂ. ഞാൻ ടൈം ലിമിറ്റ് എടുത്തിട്ടില്ല. ഒരു 15 മിനിറ്റ് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഞാൻ ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കി ചെയ്യരുത്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു തവണ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ റാങ്ക് ലിസ്റ്റ് പോലെ ഒരു സംഭവം ഇടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ്. അപ്പൊ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടുന്ന വേറെ ഒന്നിനും വേണ്ടിയില്ല, നിങ്ങൾ നാളെ എടുക്കാൻ വേണ്ടി ഒന്നും അല്ല. നമുക്കൊരു കോമ്പറ്റീഷൻ മൈൻഡ് വേണം. നമ്മൾ എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതിൽ ആദ്യം വന്നാൽ മാത്രമാണ് എനിക്ക് എല്ലാവരും ജയിക്കണം എന്നാണ്. പക്ഷെ എല്ലാവരും ആൻസർ ചെയ്യണം എന്നാണ്. മാത്സിലെ 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ചെയ്താലും അവിടെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ റാങ്ക് അനുസരിച്ചാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നാളെ ഇന്ന് 8 മാർക്ക് കിട്ടിയവർക്ക് നാളെ തോന്നുന്നു 9 മാർക്ക് 10 മാർക്ക് വേണമെന്ന്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പഠിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു ചെറിയൊരു ക്വിസ് ഫോം ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ആ ക്വിസ് ഒന്ന് അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഒരു തവണ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഒരു തവണ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് എല്ലാവരും അവരുടെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കണം. തെറ്റിപ്പോയവര് അടുത്ത ദിവസം ഒന്ന് കറക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒറ്റസംഖ്യകൾ പഠിച്ചു, പ്രൈം നമ്പേഴ്സ് പഠിച്ചു, കോമ്പോസിറ്റ് നമ്പേഴ്സ് പഠിച്ചു, ഇപ്പൊ പഠിച്ച വർഗസംഖ്യകൾ. ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ പറയാം.
ഒറ്റ സംഖ്യകൾ പഠിച്ചു, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് പഠിച്ചു, അതിന്റെ ഇക്വേഷൻ n സ്ക്വയർ ആണെന്ന് പഠിച്ചു, അഭാജ്യ സംഖ്യകൾ പഠിച്ചു, സ്മോളസ്റ്റ് അഭാജ്യ സംഖ്യ 2 പഠിച്ചു, ഇങ്ങനെയുള്ള കാര്യം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യകൾ 4 നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് 1 ഭാജ്യമല്ല അഭാജ്യമല്ലെന്ന് പഠിച്ചു. ഏക ഇരട്ടസംഖ്യയായ അഭാജ്യ സംഖ്യ 2 പഠിച്ചു. അത് കഴിഞ്ഞ് പഠിച്ചത് നമ്മൾ എന്താണ് പഠിച്ചത്? പരിപൂർണ സംഖ്യകൾ നമ്മൾ പഠിച്ചു. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. പരിപൂർണ സംഖ്യകൾ എന്ന് വെച്ചാൽ അനങ്ക സംഖ്യ നമ്മൾ പഠിച്ചു. ഇപ്പൊ പറഞ്ഞ സാധനം എന്താണ്? നമ്മൾ അവസാനം പറഞ്ഞ എന്താണ്? അവസാനം നമ്മൾ പറഞ്ഞ വർഗസംഖ്യയുടെ തുകയുടെ ഫോർമുലയും ഏറ്റവും വലിയ വർഗസംഖ്യയുടെ തുകയുടെ ഫോർമുല നമ്മൾ പഠിച്ചു. n+1 × 2n+1/6 ഫോർമുല എല്ലാം എല്ലാവരും പഠിക്കണം. ഓക്കെ അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. ഞാൻ ആ പറഞ്ഞ ക്വിസിന്റെ ഫോം ചെയ്ത് നോക്കണം. വേറെ ഒന്നിനും വേണ്ടിയല്ല, നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടിയാണ്. സെക്ഷൻസ് അങ്ങനെ നിർത്തുവാണ്, ഓഫ് ആക്കുവാണ്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.